വളരെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഭഗവാൻ ഇതിലെല്ലാം ഉള്ളത്. ലിംഗോത്ഭവ മൂർത്തി ഇതൊക്കെ സാധാരണപ്പെട്ട ആളുകൾ കൂടുതൽ കേട്ട് കാണത്തില്ല. ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് ഊർജം എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ബോഡി 108 ഡിഗ്രി പനിയായിരിക്കും. നെഗറ്റീവ് ഊർജ്ജമുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 108 ഡിഗ്രി പനി. കാരണം തമിഴ്നാട്ടിൽ ഞാനൊരു ആവാഹനത്തിന് പോയി. ഇവിടെ എന്താന്ന് എനിക്ക് കണ്ടുപിടിക്കണമല്ലോ. ഭഗവതിയുടെ ഉപാസക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. 3ാമത്തെ ദിവസം രാത്രി ഇവർ പതുക്കെ എന്നെ ഇങ്ങനെ പൊക്കി. 3 എൻ്റെ ബോഡി ഉയർത്താണത് എനിക്ക് ശരിക്കും വിരിയുണ്ട്. എൻ്റെ കണ്ണിൽ ഇവരെ എനർജി കാണുന്ന കാരണം കൊണ്ടാണ് ഞാനിത് അനുഭവിക്കണതല്ലോ. എനിക്ക് ചെവിയിൽ അവരുടെ കേൾക്കണ കാരണം കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ചോറ്റാനിക്കരയിൽ ഈ ഒരു അനുഭവം ഉണ്ടായത്. അയാൾ ഒരു പെണ്ണ് സ്നേഹിച്ച് പറ്റിച്ചു പോയി തോന്നുന്നുണ്ട്. ആ സ്ത്രീയോട് ഇയാൾ പരാതി പറയണത്, പരിഭവം പറയണത്, കരയണതാണ് ഞാനാ കേട്ടത്. അയാൾ നേരം വെളിച്ചാമ്പത്തിന് മരിച്ചു, തൂങ്ങി മരിച്ചു. അപ്പം ഈ സംഭവമാണ് ഞാനവിടെ കണ്ടത്. നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പുരുഷന്മാരെല്ലാം സാമ്പത്തിക പരാധീനത കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒരു പറ്റം പുരുഷന്മാർ ജോലിയില്ല, സാമ്പത്തിക പരാധീനത, ലൈഫ് ഒരു പരിധി കഴിഞ്ഞ ഭാര്യ ഉപേക്ഷിച്ച് പോയ പുരുഷന്മാരാണ് 95% ഞങ്ങൾക്ക് ടാരോ റീഡേഴ്സിന് വരുന്നത്. ഈ ടാരോട്ട് കാർഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടാരോട്ട് കാർഡുകൾ അമ്മ ഒരു 5 കാർഡുകൾ അമ്മ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആ വിശേഷങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? നമുക്ക് ടാരോ ഇപ്പോൾ നമ്മുടെ നിലവിൽ നിവേദ്യം, പിന്നെ പ്രണയ ഓറക്കൽ കാർഡായ രാധാമാധവം, പിന്നെ ഗൈഡൻസ് കാർഡായ ആദ, ഹിബ്രു വാക്ക് പ്രകാരമുള്ള ആദ എന്നുള്ള കാർഡാണ് ഇപ്പം നിലവിൽ. പിന്നെ ഉള്ളത് ഗണേശ ഓറക്കൽ കാർഡും. അതെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഗണേശ ഓറക്കൽ കാർഡും ശിവ ഓറക്കൽ കാർഡും. ശിവ ഓറക്കൽ കാർഡിൻ്റെ ഫൈനൽ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയത് ഇങ്ങനെയല്ല വേണ്ടത്. കാരണം ശിവനെ എല്ലാ നാമങ്ങളും 108 നാമങ്ങളും 1008 നാമങ്ങളും ശിവൻ്റെ സർവ്വസാധാരണമായ നാമങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ശിവൻ്റെ 64 കലകളെ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. 64 കലകൾ? അതെ, ശിവൻ്റെ 64 കലകളുണ്ട്. കലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 64 വ്യത്യസ്ത രൂപങ്ങൾ. ആ പേര് വെച്ചിട്ടാണ് എന്നോട് ഒറക്കൽ കാർഡ് ഉണ്ടാക്കാൻ പറയണത്. അപ്പോൾ ഇനി അത് ആദ്യം മുതൽ ശിവ ഒറക്കൽ കാർഡ് അവിടെ ഇരിക്കണത് കൂടാതെ പുതിയതായിട്ട് ശിവ 64 കലകൾ എന്നുള്ള, അതായത് ഗംഗാ വിസർജന മൂർത്തി, മത്സ്യ, അങ്ങനെ അതായത് ഇപ്പം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുണ്ടല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം. അപ്പോൾ ഈ വരാഹത്തിനൊക്കെ നിഗ്രഹിക്കുന്ന രൂപമുണ്ട്. അതായത് വരാഹത്തിനെ നിഗ്രഹിച്ചിട്ട് ഭഗവാൻ അതിൽ നിന്നിട്ട്, അതായത് വിഷ്ണുവിനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇതുണ്ട്. ഇത് സർവ്വസാധാരണമല്ല. ജനങ്ങൾക്ക് അത് ഒരു പക്ഷെ അറിയുന്ന എല്ലാവർക്കും ഒരു പക്ഷെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് റയർ ആയിരിക്കാം. കാരണം വളരെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഭഗവാൻ ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പേരുകൾ ഗംഗാ വിസർജന മൂർത്തി, അതേപോലെ അങ്ങനെ ലിംഗോത്ഭവ മൂർത്തി, ഇതൊക്കെ പേരുകൾ സാധാരണപ്പെട്ട ആളുകൾ കൂടുതൽ കേട്ട് കാണത്തില്ല. ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. ഈ 64 ഈ മൂർത്തി ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇനി കാർഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ശിവ ഒറക്കൽ കാർഡ് ഫൈനൽ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് എൻ്റെ കാർഡ് വെച്ചിട്ട് റീഡ് ചെയ്യണവരുണ്ട്. ചില കമൻറ്റുകൾ കണ്ടു ഞാൻ, ഈ ഊർജ്ജം കണക്റ്റ് ആകുമോ. ഇംഗ്ലീഷ് ഹിന്ദിക്കാരെ കമൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാറ്റിനും നെഗറ്റീവ് കാണുന്ന ഒരു പറ്റ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പറയണത് അന്തരീക്ഷത്തിലുള്ള സകല ഊർജ്ജത്തിനെയും കണക്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഏതൊരു വ്യക്തിയാണ് ആ കാർഡ് കൈകാര്യം ചെയ്യണത്, അയാളുടെ സ്വന്തം ബോഡിയിലൊരു ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജ്ജം അതിലേക്ക് കണക്റ്റ് ആയാൽ കൃത്യമായിട്ട് അയാൾക്ക് ഗൈഡൻസ് ഉണ്ടാവും. അല്ലാതെ അന്തരീക്ഷത്തിൽ പല ഊർജ്ജങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രഘുത്തിനോട് പറഞ്ഞു ഇവിടെ ഊർജ്ജമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു മെഡിറ്റേഷൻ റൂമായിരുന്നു. ഇവിടെ നെഗറ്റീവ്സ് ഊർജ്ജം എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ബോഡി 108 ഡിഗ്രി പനിയായിരിക്കും. നെഗറ്റീവ്സ് ഊർജ്ജമുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 108 ഡിഗ്രി പനി. കാരണം തമിഴ്നാട്ടിൽ ഞാനൊരു ആവാഹനത്തിന് പോയി. ആവാഹനത്തിന് പോയി നോക്കുമ്പോൾ ഒരു വീട് ഇതേപോലത്തെ റൂം എനിക്ക് തന്നു സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ താമസിക്കാൻ ചെന്ന റൂമിൽ കയറിയപ്പോൾ എനിക്കൊരു 108 ഡിഗ്രി പനിയാണ്. ഫസ്റ്റ് ദിവസം കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ട്, വലിയ കണ്ണാടി ഉണ്ട് ബാത്റൂമിൽ. ഈ ഞാൻ ഇരുന്നത് നേരെ ഓപ്പോസിറ്റ് ബാത്റൂമിൻ്റെ വലിയ കണ്ണാടിയാണ്. ആ മിററിലൊരു രൂപം എനിക്ക് കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഞാൻ ശരി എന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടു. രാത്രി ആയപ്പോൾ എനിക്ക് 108 ഡിഗ്രി പനിയാണ്.
പിറ്റേ ദിവസം 108 ഡിഗ്രി പനിയാണ്. അപ്പം ഞാൻ 8 ദിവസം ഒരു വീട്ടിൽ പൂജയ്ക്ക് പോയതാണ്. പക്ഷെ എൻ്റെ പൂജ അവർക്ക് ബോധിച്ച കാരണം കൊണ്ട് എന്നെ കുറേ ദിവസം അവിടെ നിർത്തി എല്ലാ വീട്ടിലെ പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഈ റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ ബോഡി നോർമൽ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കും എനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല പനിക്കുന്നില്ല പറയും. കാരണം ആൾക്ക് പനി അറിയണില്ല, എനിക്ക് ഉള്ളിലാണ് പനി. അപ്പോൾ ഇവരോട് ആ മീറ്റർ കൊണ്ടുവരാൻ പറഞ്ഞു, ഈ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, അത് കൊണ്ടുവരാൻ പറഞ്ഞു. വെച്ച് നോക്കുമ്പോൾ എനിക്ക് 108 ഡിഗ്രി പനിയാണ്. എന്നാൽ പുറത്തിറങ്ങി എനിക്ക് എൻ്റെ ബോഡിയിൽ പനിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ എന്താ ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കണം വേണ്ടിയിട്ട് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, അമ്മ നിങ്ങൾ അവിടെ തങ്ങണ്ട, ഇപ്പുറത്തെ റൂമിൽ വന്ന് തങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്നും കൂടി ഞാൻ ഇവിടെ നിൽക്കും പറഞ്ഞു. ഞാൻ ഇവിടെ എന്താണെന്ന് അതിന് കണ്ടുപിടിക്കണമല്ലോ. ഭഗവതിയുടെ ഉപാസക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്നാന്ന് നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു അമ്മൂമ്മ മരിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ഓണർ ഒരു അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മ മരിച്ചിട്ടുണ്ട്. ഈ അമ്മൂമ്മയുടെ അനിയത്തി കൂടാണ്ട് ഒരു കൂട്ടുകാരി, ഇവർ 3 ആളും കൂടിയിട്ടാണ് എന്നെ അവിടെ, അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് ആ റൂമിൽ വന്ന് താമസിക്കാൻ പറ്റില്ല. ആർക്കും താമസിക്കാൻ കഴിയില്ല. അവരിപ്പോഴും ആ വീട് കൊടുത്തിട്ടില്ല, വാടകയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു ബുദ്ധിമുട്ടുള്ള കാരണമുണ്ട്. അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന ബലമുള്ള കാരണം കൊണ്ട് ഇവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുമില്ല. അതാണ് അന്തരീക്ഷത്തിൽ ഊർജ്ജങ്ങൾ പലതുണ്ടെന്ന് പറയുന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അവരെ വീട്ടുകാർക്ക്, ഈ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കും ഒരു പ്രശ്നമില്ല. എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതേപോലെ നിഴലായിട്ടും മറ്റുള്ള ബുദ്ധിമുട്ടായിട്ടും പല ആൾക്കാർ ആ വീട് വന്ന് നോക്കിയിട്ടും അവർക്ക് അത് സ്യൂട്ടാവാണ്ട് പോയിട്ടുള്ളത്. കാരണം ഈ ഒരു എനർജി കാരണമുണ്ട്. അങ്ങനെ ഇവർ രാത്രി എന്ത് ചെയ്തു വെച്ചാൽ, 3ാമത്തെ ദിവസം രാത്രി ഇവർ പതുക്കെ എന്നെ ഇങ്ങനെ പൊക്കി, 3 ആളും എൻ്റെ ബോഡി ഉയർത്താണത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു അന്ധവിശ്വാസമല്ല, ഞാൻ അനുഭവിച്ചത്. 3 എനർജി അവിടെ ഉണ്ട്. ഈ 3 എനർജിയും എൻ്റെ കാല്, തല, നടു, ഇങ്ങനെ 3 ആളും പൊക്കിയിട്ടുണ്ട്. ഈ പൊക്കിയതും ഒരു ശൂലം വരണതും ഇവരെന്നെ ഇടണതും എനിക്ക് നല്ല ഫീൽ ചെയ്തു. എൻ്റെ 2 പാദസരം, കാലത്തെ 2 പാദസരം, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ നേരം വിളിച്ചാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ആരും വിശ്വസിക്കുന്നു. എനിക്ക് ഭ്രാന്താന്ന് പറയും, അന്ധവിശ്വാസം എന്ന് പറയും. ഇത് അനുഭവിച്ച ആളാണ് ഞാൻ. ആ റൂമിൽ അത് അന്നത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ന അപ്പം അവർ പറയാം, അമ്മ ഞങ്ങൾക്കതറിയാം, അവർക്കതറിയാം. അതുകൊണ്ടാണ് അവർ ആ വീട് വാടകയ്ക്ക് കൊടുക്കാത്തതെന്ന്. പക്ഷെ ഇത് എന്നോട് മുന്നേ പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടാവും ഒരു പക്ഷേ. കാരണം ഇത്തിരി സൗകര്യമുള്ള ഒരു റൂമും വീടുമാണ്, ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, റൂമൊക്കെ നല്ല സൗകര്യം. അവർ താമസിക്കുന്നില്ല. ആ വീട് ഒഴിഞ്ഞു കിടക്കുക. ആർക്കും അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല. പക്ഷെ അവരെ മക്കളോ പേരക്കുട്ടികളോ ആയ ഈ ശല്യങ്ങളൊന്നുമില്ല. ഇതേ അനുഭവം ചോറ്റാനിക്കര പോയിട്ടുണ്ടായിട്ടുണ്ട്. ചോറ്റാനിക്കര എല്ലാ മാസം തൊഴാൻ പോകുമ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് മിക്കവാറും ഗുരുതിയിൽ പങ്കെടുത്തിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരു വട്ടം പോയപ്പോൾ അവിടെ എവിടെയും ഒരു റൂമില്ല. അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് ബാക്കിലേക്ക് പോയിട്ട് റൂമെടുത്ത് ഒരു പുലർച്ചെ സമയം അപ്പോൾ ഭയങ്കര ശബ്ദം, വഴക്ക്, തർക്കം നടക്കുക. ഒരു പുരുഷൻ അപ്പുറത്ത് ആരോടാന്ന് എനിക്കറിയണില്ല, ഭയങ്കരമായിട്ട് തർക്കം നടന്ന് കരയുന്നുണ്ട്. അയാൾ പരാതി പറയുന്നുണ്ട്, പരിഭവം പറയുന്നുണ്ട്. ഈ തർക്കം എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കും. ഞാൻ മയക്കത്തിലാണ്. പുലർച്ചെയാണ്, ഒരു 3 to 4, 2, 3, 4 ഇടയിലാണ്, വെളുപ്പാങ്കാലാണ്. ഇപ്പോൾ പുള്ളി നേരത്തെ എണീറ്റ് കുളിക്കും ഹസ്ബൻഡ്. അപ്പോൾ കുളിക്കാൻ പുള്ളി കയറിയ സമയത്ത് ഞാൻ തനിച്ച റൂമിൽ ഞാൻ കിടക്കണം. പുലർച്ചെയാണ്. അപ്പം ഞാൻ കുളിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ 108 ഡിഗ്രി പനിയുണ്ട് അന്നത്തെ പോലെ. ഈ പനി കാരണം ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പിലാണ് ആ റൂം. അപ്പോൾ ആളെനിക്ക് ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ആരാണ് ഇവിടെ? ഞാൻ ഇയാൾ വന്നപ്പോൾ ചോദിച്ചു, ഇവിടെ ആരാ തൂങ്ങി മരിച്ചു ചോദിച്ചു ഞാൻ ഇയാളോട്. അപ്പോൾ ഇയാളെന്നോട് എടുത്ത വശം ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിച്ചു. പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഇവിടെ ആരാ തൂങ്ങി മരിച്ചു? ഈ റൂമിലാണോ ചോദിച്ചു. ഞാൻ കിടന്ന റൂമിലാണോ ചോദിച്ചു. അത് തൊട്ടപ്പുറത്തെ റൂമിലാണോ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു തൊട്ടപ്പുറത്തെ റൂമിലാണെന്ന് പറഞ്ഞു. അല്ലല്ലോ ഇതിലാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് പുലർച്ചെ ഒരു ബ്രാഹ്മണൻ മുണ്ട് മടക്കി കുത്തി അങ്ങനെ ഒറ്റമുണ്ട് എടുത്തിട്ട് കുളിക്കാൻ പോണതാണ്. അപ്പോൾ ആളും മരിച്ചതാണ്. അതായിരുന്നു യഥാർത്ഥ ഓണർ. ആളിൽ നിന്ന് ഇവർ വേറെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു മരണം ഈ 2 റൂമിൽ നടന്നുണ്ട്. അപ്പോൾ മരിച്ച എനർജി ആണെങ്കിൽ എനിക്കറിയാം, നെഗറ്റീവ്സ് എനർജി ആണെങ്കിൽ എനിക്കറിയാം, പോസിറ്റീവ് എനർജി ആണെങ്കിൽ എനിക്കറിയാം. അപ്പോൾ ഈ ടാരോ വായിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ എനർജി മാത്രം കണക്കാക്കിയാൽ മതി. റീഡേഴ്സിന് മാത്രമാണ് മറ്റൊരാളുടെ എനർജി നമ്മളതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. ഒരു റീഡ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ എനർജി അതിൽ കണക്റ്റ് ആക്കണം. ഞാനാണെങ്കിൽ 3-4 എനർജി കണക്റ്റ് ആക്കും. കാരണം ഈ എനർജി ബേൺ ചെയ്ത് കളയാൻ എനിക്കറിയാം. കാരണം കൊണ്ട് അന്തരീക്ഷത്തിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സൽ എനർജി കണക്റ്റ് ആക്കും.
അതുകൂടാതെ ആ വ്യക്തിയുടെ എനർജിയിൽ കണക്റ്റ് ആക്കും, എൻ്റെ എനർജി എൻ്റെ ഉപാസനമൂർത്തിയുടെ എനർജി കണക്റ്റ് ആക്കും. ആ കണക്റ്റ് ആക്കുമ്പോഴാണ് കൂടുതൽ റീഡിങ് ആ കാർഡിൻ്റെ മീനിങ് അല്ല ഞാൻ പറയാം. ഇവരുടെ പരിസരത്തുള്ള ദോഷങ്ങളോ പരിഹാരങ്ങളോ അതുപോലെ തന്നെ ചില വീട്ടുകാരുടെ അന്യം നിന്ന് പോയ കുലദേവതകൾ, ധർമ്മദേവതകൾ, ഇതെല്ലാം നമുക്കിതിൽ കണക്റ്റ് ആവും. കാർഡ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും. എനിക്ക് ഈ പ്രഡിക്ഷൻ ഉള്ള കാരണം, പ്രഡിക്ഷൻ മാത്രമല്ല, എനിക്ക് ആ കണ്ണിൽ കാണുന്ന കാരണം കൊണ്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കുന്നത്. എൻ്റെ ഈ കണ്ണിൽ ഇവരെ എനർജി കാണുന്ന കാരണം കൊണ്ടാണ് ഞാനിത് അനുഭവിക്കണതല്ലോ. എനിക്ക് ചെവിയിൽ അവരുടെ കേൾക്കണ കാരണം കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ചോറ്റാനിക്കരയിൽ ഈ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോടും പറയില്ല, കാരണം എനിക്ക് ആ മരണം നടന്നത് പറഞ്ഞു നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? നമ്മൾ എന്നെ ഉപേക്ഷിച്ച് അടുത്ത ഹോട്ടലിൽ പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ അല്ല, എന്നിട്ടും അവിടെ ഞങ്ങൾ 3 തവണ നിന്നിട്ടുണ്ട് ആ ഹോട്ടലിൽ. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. അപ്പം ആ ഒരു എനർജി അവിടെ അന്ന് ഒരാൾ എടുത്തത് ആ റൂം, ഇയാൾ മരിക്കാനാണെന്ന് ഇവർക്കും അറിയില്ല. അയാൾ അന്ന് അവിടെ കെട്ടിത്തൂങ്ങി മരിച്ചു. ആ എനർജിയാണ് അവിടെ വഴക്കുണ്ടായിട്ട് തന്നെയാണ് അയാൾ അവിടെ വന്ന് റൂം എടുത്തത്. അയാൾ ഒരു പെണ്ണ് സ്നേഹിച്ച് പറ്റിച്ചു പോയി തോന്നുന്നുണ്ട്. ആ സ്ത്രീയോട് ഇയാൾ പരാതി പറയണത്, പരിഭവം പറയണത്, കരയണതാണ് ഞാനാ കേട്ടത്. അയാൾ നേരം വിളിച്ചാകുമ്പോൾ സംഭവിച്ച സംഭവം അയാൾ നേരം വിളിച്ചാകുമ്പത്തിന് തൂങ്ങി മരിച്ചു. അപ്പം ഈ സംഭവമാണ് ഞാനവിടെ കണ്ടത്. പിന്നെ ഒരു ബ്രാഹ്മണൻ എന്നെ നോക്കിയിട്ട് കുളിക്കാൻ പോവാ, അത് അതിൻ്റെ യഥാർത്ഥ ഓണറായിരുന്നു. ഈ 2 എനർജി അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഉപാസന ബലം കൊണ്ടും ഒരു പക്ഷേ ദൈവയുടെ ചൈതന്യമുള്ള കാരണം കൊണ്ടും അവരെ കാണാനും പറ്റി. അവർ ഇത് അല്ലാണ്ട് ഇവരെന്നോട് നേരിട്ട് സംസാരിച്ചില്ല. അയാൾ ആ മരിക്കണ സമയത്ത് എന്താണോ സംസാരിച്ചത് അതാണ് ഞാൻ. ഒരു പക്ഷെ ആ പെണ്ണിനെ വിളിച്ചിട്ട് അയാൾ വഴക്ക് പറയോ പരിഭവം പറയോ വഴക്കോ എന്തെങ്കിലും ആയിരിക്കാം. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടായതാണ് എനിക്ക് അവിടെ അന്ന് കിട്ടിയത്. അപ്പോൾ ഒരു കാർഡ് റീഡേഴ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം കാർഡ് റീഡിങ്ങിൽ വരും. എന്നെ സംബന്ധിച്ച് വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ സംഭവങ്ങൾ ആ കാർഡിൽ കണ്ടപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച മീനിങ്ങേ അല്ല ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വരിക. കാരണം എനിക്ക് ഇൻഡ്യൂഷനാണ് കണക്റ്റ് ആവുക. ഞങ്ങൾ വെറുതെ കാർഡിൻ്റെ ഒരു മീനിങ്ങാണ് പഠിപ്പിക്കുക. ഇന്നലെ ഒരു കാർഡ് വെച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് ചോദിച്ചു. കാരണം ആ കാർഡിൽ അതില്ല. കാർഡിൻ്റെ മീനിങ് അല്ലോ ഞാൻ നോക്കണത്. അപ്പോൾ ടാരോ എന്ന് പറയണത് അസാധ്യമായ സംഭവങ്ങളുള്ള, കാരണം ഈ ജ്യോതിഷം പോലെ പാശ്ചാത്യ ജ്യോതിഷമാണ് ടാരോ. അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ജ്യോതിഷം പോലെ തന്നെയാണ് ടാരോ. അല്ലാതെ ഇതിലേക്ക് വേറെ എനർജി കണക്റ്റാക്കി അന്തരീക്ഷത്തിൽ ആ ഊർജം, അത് ആകാശിക റെക്കോർഡാണെങ്കിൽ ശരിയാ പറയണത്. അവർ പറഞ്ഞ ഒരു കമന്റിൽ കണ്ടൂല്ലേ, ഊർജം കണക്ട് പറ്റാത്തവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ആകാശിക റെക്കോർഡല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ടാരോ ആണ് പഠിപ്പിക്കുന്നത്. ടാരോ എൻ്റെ അടുത്ത് ടാരോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആ എനർജി എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ബേൺ ചെയ്ത് കളയാം, എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ പക്ഷെ ആകാശിക റെക്കോർഡ് അങ്ങനെയല്ല. ആകാശിക റെക്കോർഡിൽ നമ്മളുടെ പേര് പോയി കണ്ടെത്തണമെങ്കിൽ പോലും പല മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഏഞ്ചൽസ് പല ഗൈഡൻസും വേണം അതിലേക്ക് എത്താൻ. അവിടെ എത്തണാട്ടി മുന്നേ പല എനർജിയും കണക്റ്റ് ആവാം. ചിലപ്പോൾ നമ്മുടെ പൂർവികരാവില്ല നമുക്ക് ഇൻസ്ട്രക്ഷൻ തരിക, നമ്മുടെ ബുക്ക് ഓപ്പൺ ആക്കി തരിക, നമ്മളായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരാവില്ല. അപ്പം മറ്റ് പല എനർജി ആയിരിക്കാം. പക്ഷെ ടാരെ സംബന്ധിച്ച് അങ്ങനെ വരുന്നില്ല. കണ്ണി കണ്ട എനർജി കയറി വരില്ല, നമ്മൾ കണക്റ്റ് ആക്കണം. പക്ഷെ ആകാശിക റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ പല തരത്തിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഏതൊരു എനർജിയാണ് കണക്റ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ട് വേർഷൻ. അപ്പോൾ ടാരോ നമ്മൾ ഉണ്ടാക്കിയത് മറ്റൊരാൾക്ക് മലയാളത്തിൽ ഒരുപാട് വീട്ടമ്മമാർ വിളിക്കണം. ഒരുപാട് നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പുരുഷന്മാരെല്ലാം സാമ്പത്തിക പരാധീനത കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒരു പറ്റം പുരുഷന്മാർ ജോലിയില്ല, സാമ്പത്തിക പരാധീനത, ലൈഫ് ഒരു പരിധി കഴിഞ്ഞ ഭാര്യ ഉപേക്ഷിച്ച് പോയ പുരുഷന്മാരാണ് 95% ഞങ്ങൾക്ക് ടാരോ റീഡേഴ്സിന് വരുന്നത്. എന്ത് ചെയ്യണം? അവരെ യൗവനമെല്ലാം പോയി. അവരുടെ കുറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റം കൊണ്ടായിരിക്കാം, ആരുടെ കുറ്റം കൊണ്ടായിരിക്കട്ടെ. പക്ഷെ അവർക്ക് വയസ്സാം കാലത്ത് കൂടെ ഭാര്യ ഇല്ലാതെ ഒരു പറ്റ ആൾക്കാരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ രോഗം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പരദേവതാ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ സ്ത്രീകൾ രോഗങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ വിശ്വസിച്ച് പ്രേമിച്ച ആൾക്കാർ വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും ഒരു പറ്റം ജനങ്ങൾ കണ്ണീരോണ്ട് ഇങ്ങനെ കഴിയണ കാലമാണ് നമ്മുടെ കേരളം ഇപ്പോൾ. ഇത് വ്യക്തമായിട്ട് അറിയണത് ടാരോ റീഡിങ് മാത്രമല്ല, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെയും കൂടി അനുഭവം പറയണത്. പരിഹാരം ഒരു പരിധിയിൽ പരിഹാരം അവരിൽ തന്നെ ഉണ്ട്.
ഒരു സ്വാമീനെ കണ്ടാലോ ഒരു ആശ്രമത്തിൽ പോലും ഒരു ക്ഷേത്രത്തിൽ പോലും ഇവരെ പരിഹാരം പരിഹരിക്കപ്പെടില്ല. ഇവരെ പരിഹാരം അവരിൽ തന്നെ ഉണ്ട്. അവരിൽ എങ്ങനെയാ വെച്ചാൽ ഇവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കോൺഷ്യസ് മൈൻഡ് പറയും നീ പോകണ്ട, നിനക്കത് ശരിയാവില്ല. അപ്പോൾ ഇത് അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഏറ്റെടുക്കും, ശരിയാ പോയിട്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഒരു മാറ്റവും വരില്ല. ഒരു ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോൾ ആ ഡോക്ടർ മരുന്ന് വിശ്വാസത്തോടു കൂടി കഴിച്ചാലാണ് ആ മരുന്ന് രോഗിക്ക് അത് ഫലം ചെയ്യുള്ളൂ. പക്ഷെ കഴിക്കണ ഇയാൾ വിചാരിക്കും എനിക്കൊരു മാറ്റമില്ല. ഇന്നലെ എന്നെ ഒരു കാണാൻ ഒരാൾ വന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ മുമ്പിൽ ഇതേപോലെ മോനിരിക്കണ പോലെ ഇരിക്കാൻ പറഞ്ഞു. അയാൾ മനസ്സോടുകൂടി എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കാതെ വഴിയില്ല, എൻ്റെ ഊർജ്ജം കണക്റ്റ് ആക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഇരിക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞു. ഇരുന്ന പക്ഷേ ഇയാൾ എൻ്റെ ഊർജ്ജം റിജക്റ്റ് ചെയ്തു.